ഗണപതിയേ നമഃ. യാ ദേവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. നമ്മൾ മണ്ഡലകാലം ആരംഭിച്ചിരിക്കുകയാണ്. മണ്ഡലകാലത്തിനുണ്ടാവുന്ന ഒരു പ്രത്യേകത കേരളത്തിലെ ക്ഷേത്രങ്ങൾക്കെല്ലാം ഒരു ഉണർവുണ്ടാകുന്ന കാലഘട്ടമാണ്. ഒപ്പം കുറച്ച് പേർക്ക് സീസൺ ഭക്തി ഉണ്ടാകുന്ന കാലവും കൂടിയാണ്. അങ്ങനെയല്ലാതെ ഒറിജിനൽ ഭക്തന്മാരും ഉണ്ടാവും. മണ്ഡലകാലമായാൽ തൽക്കാലത്തെ കാര്യമോ കാണിക്കാൻ വേണ്ടിയുള്ള പോലെ കുറച്ച് ഭക്തന്മാരുണ്ടാവും. കറുപ്പൊക്കെ എടുത്ത് ഒരു പ്രത്യേക മോഡലിൽ ഈ ഷാളൊക്കെ തലയിൽ കെട്ടി ചുറ്റി കഴുത്തിലൊക്കെ ചുറ്റി അങ്ങനെയൊക്കെ പോകുന്ന കാണാം. അത് എൻ്റെ ഭാഷയിൽ അവർ സീസൺ ഭക്തന്മാരാണ്. അതല്ലാതെ അയ്യപ്പൻ എന്നുള്ള ആ അയ്യപ്പൻ്റെ നവാക്ഷരി മന്ത്രം സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ആ മന്ത്രത്തെ അതിൻ്റെ മനസ്സിലാവാഹിച്ച് പൂർണ്ണവ്രതം എടുത്തുകൊണ്ട് അയ്യപ്പനെ ദർശിക്കാൻ പോകുന്ന ആയിരക്കണക്കിന് ഭക്തന്മാരെയും നമുക്ക് ഈ അവസരത്തിൽ കാണാൻ സാധിക്കും. ഏതായാലും ഇവിടെ മാത്രമല്ല, തെക്കേ ഇന്ത്യയിൽ മൊത്തം നമ്മുടെ അയ്യപ്പൻ്റെ സ്വാധീനം വടക്കേ ഇന്ത്യയിലുമുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും ആന്ധ്ര, തെലുങ്ക്, ആന്ധ്ര രണ്ടായി വിഭജിച്ചു. തെലുങ്കാന, ആന്ധ്ര, പിന്നീട് കർണാടക, തമിഴ്നാട്, കേരളം, ഇങ്ങനെ ഈ 5 സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ട് അയ്യപ്പൻ്റെ ഭക്തന്മാരുള്ളത്. അവർക്കിത് കാണാതെ ഇരിക്കാൻ പറ്റില്ല. അയ്യപ്പനെ ഒരു കോളുണ്ട്. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാനൂര്. പറയൂ, ഡേറ്റ് പറഞ്ഞോളൂ. 15/3/1966. ഹലോ. ഓ, കേൾക്കുന്നുണ്ട്. 1966, 15/3/66. സമയം ഉദയാൽപൂർവ്വം നാഴിക 1 വിനാഴിക 2. നാഴിക 1 വിനാഴിക 2. ഏഴ് 3 വരിക കേട്ടോ. ഇനി വിളിക്കുമ്പോൾ 7:03 പറഞ്ഞാൽ മതി. ഇനി എപ്പോഴെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ. നാഴിക 1 വിനാഴിക 2 അല്ലേ? നാഴിക 1 വിനാഴിക 2 ഉദയാൽപൂർവ്വം. 15/3. ഉദയാൽ പൂർവമാണോ ഉദയാൽ പരമാണോ? ഉദയാൽപൂർവ്വം. ഓ, അത് ശരി, ഉദയാൽ പൂർവമാണ് അല്ലേ? അപ്പോൾ കുടുക്കിക്കളിയായിരുന്നല്ലോ പറഞ്ഞത്. മുമ്പാണ്. ആ, ശരി 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 ശരി. പറയൂ. ഡേറ്റ് പിന്നെ ആരുടേതാണ്? ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ? അതൊക്കെ പറയൂ. പെണ്ണിൻ്റെ ആണ്. എന്താണ് അറിയേണ്ട കാര്യം? പറയൂ. ആരോഗ്യവും സാമ്പത്തികം. ആരോഗ്യവും സാമ്പത്തികം. പ്രായമാകുമ്പോൾ ആരോഗ്യമൊക്കെ അങ്ങനെ ഉണ്ടാവുമോ? ഇതിപ്പം പ്രായം മാറി മാറി വരികയല്ലേ. 58 വയസ്സായില്ലേ. സ്വാഭാവികമായിട്ടും ആരോഗ്യത്തിനൊക്കെ കുറച്ച് പ്രയാസം വരുന്ന കാലഘട്ടമല്ലേ. പക്ഷേ ഇവിടെ ലഗ്നത്തിൽ ലഗ്നാധിപൻ നിൽക്കുന്നു. അതുകൊണ്ട് വലിയ അസുഖങ്ങളൊന്നും, അങ്ങനെ ഒരു കടുത്ത രൂപത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ ഏഴര ശനിയെല്ലാം കഴിഞ്ഞ സ്ത്രീയാണ്.
അപ്പോൾ ഏരശനിയുടെ കാലത്തൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതല്ലാതെ ഇപ്പം അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ രാഹു ദശ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 2027 രാഹു തീരുക. ഇനി 3 വർഷം കൂടി ഉണ്ട്. അത് രാഹുവിനെ കൊണ്ടൊരു വർത്തമാനമുണ്ട്. അത് വരുന്ന വരവും പോന്ന പോക്കും എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോന്ന സമയം ഏതാണ്ടായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഴ്ചയും മറ്റൊക്കെ നോക്കാൻ പറയണം, ശ്രദ്ധിക്കണം നടക്കുമ്പോഴൊക്കെ. വേറെ എന്താണ് അറിയേണ്ട വിഷയം? പറയൂ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചർച്ചയല്ലേ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കല്ലേ. മക്കളെ കൊണ്ടൊന്ന് മക്കളെ കൊണ്ട് എന്താണ്? മക്കളെല്ലാം നല്ല മക്കളല്ലേ, അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടല്ലോ. അമ്മയുടെ ജാതകമെല്ലാം നോക്കുന്നുണ്ടല്ലോ. പിന്നെ മോളെന്താ മോളെല്ലാം ഉത്തരവാദിത്വം പാലിക്കുന്നുണ്ടല്ലോ. പിന്നെ ബാക്കി പിന്നെ ഇതിലപ്പുറം എന്ത് വേണം? അത് മോളെ മുജ്ജന്മ ദുരിതമായിരിക്കും. മോളെ കൊണ്ട് അങ്ങനെ സങ്കടം അമ്മ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം വേറെ ആയിരിക്കുമല്ലോ. അത് അമ്മയായിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെടുത്തണ്ട. അത് മകളുടെ ബലമാണത്. അത് പിന്നീട് നമുക്ക് ആരാടാണോ ആ വ്യക്തിയുടെ ഇത് വെച്ചിട്ട് പിന്നെ വിളിച്ച് ബന്ധപ്പെടും, അന്നേരം പറയാം. ഓക്കെ. ഏതായാലും അമ്മക്ക് വലിയ ദോഷങ്ങളൊന്നും ഇപ്പം തൽക്കാലം കാണുന്നില്ല. ഓക്കെ, ശരി ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ അയ്യപ്പൻ്റെ മണ്ഡലകാലം, എന്താ പറയുക, മണ്ഡലം പുണ്യകാലം എന്നൊക്കെ പറയും. ഞാനൊക്കെ 19-20 വർഷത്തോളം, കൃത്യമായ കണക്കില്ല, എന്തായാലും 19 കുറയില്ല, അയ്യപ്പനെ ദർശിച്ച വ്യക്തിയാണ്. കഴിഞ്ഞ വർഷം ഭാര്യയെയും കൂട്ടി അവിടെ പോയി അയ്യപ്പനെ കാണിച്ചു കൊടുത്തു. ഇനി ഞാനില്ല അയ്യപ്പ എന്ന് പറഞ്ഞു, ടാറ്റയും പറഞ്ഞ് ഇങ്ങ് പോന്നു. അത് ടാറ്റ പറയാൻ കാരണം അത് മറ്റൊരു കാരണമുണ്ട്, അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഏതായാലും ഭാര്യ അതിനു മുമ്പ് ഒരു തവണ പമ്പയിൽ ഇരുത്തിയിട്ട് പോയിരുന്നു. പമ്പയിൽ അന്ന് അവൾക്ക് അയ്യപ്പനെ കാണാനുള്ള സമയമായിട്ടില്ല. പമ്പയിൽ ഇരുത്തിയിട്ട് ഞാൻ മേലെ പോയി അയ്യപ്പനെ കണ്ടുവന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷം കൃത്യമായിട്ടുള്ള അയ്യപ്പനെ ഇരുമുടിക്കെട്ടൊക്കെ എടുത്തിട്ട് അവളും കൂടെ തന്നെ വന്നു, അയ്യപ്പനെ കാണിച്ചു കൊടുത്തു. ഇനി വരുന്നുണ്ടെങ്കിൽ അവളാണ് വരിക, മാളികപ്പുറം. ഞാനിനി ഏതായാലും ഇങ്ങോട്ടില്ല, ടാറ്റ എന്ന് പറഞ്ഞു, സത്യമായിട്ടും പറഞ്ഞു. ഒരു കണക്ക് വെച്ചിട്ട് 18 കൊല്ലം കഴിഞ്ഞല്ലോ. പിന്നെ ഇത് എത്ര കാലവും പോകുന്നവരുണ്ട്, മരണം വരെ 60 കൊല്ലം 60 തവണയൊക്കെ പോയ ആൾക്കാരൊക്കെ അറിയാം. എനിക്കെന്തോ ടാറ്റ പറയണമെന്ന് തോന്നി. എന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയില്ല. ടാറ്റ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അങ്ങനെയാണ്. ഞാൻ ഓരോ ക്ഷേത്രങ്ങളിലും അങ്ങനെയൊക്കെ മൂർത്തികളോട് പല കാരണത്താലും ടാറ്റ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കും അറിയില്ല. ടാറ്റ പറഞ്ഞു പിരിഞ്ഞില്ല. അയ്യപ്പൻ എപ്പോഴും ഉണ്ട്. അയ്യപ്പൻ്റെ മന്ത്രം ജപിക്കാതെ ഒറ്റ ദിവസം പോലും കടന്നു പോകുന്നില്ല. അയ്യപ്പൻ അത്രമാത്രം പവർഫുള്ളായ ഒരു മൂർത്തിയാണ്. അതുകൊണ്ടാണ് അയ്യപ്പൻ അതിന് ശരിയായ ഭക്തനാണെങ്കിൽ അതിനുള്ള അടയാളങ്ങളൊക്കെ അയ്യപ്പൻ കാണിക്കും. എനിക്ക് നല്ല കാലം വരുന്നതിന് മുമ്പേ ഒരു മല നിറയെ അയ്യപ്പൻ്റെ ലോക്കറ്റാണ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നത്. അന്ന് എനിക്ക് സാമ്പത്തികമൊന്നുമില്ല, എങ്കിലും ഒരു മല നിറയെ ഞാൻ എവിടെ നോക്കും, കാലെവിടെയും കുത്താൻ കഴിയുന്നില്ല.
അയ്യപ്പൻ്റെ വെള്ളി ലോക്കറ്റ് ഇങ്ങനെ കിടക്കുകയാണ്. അത്ഭുതകരമായൊരു സ്വപ്നമായിരുന്നു. അത് ആരോട് ചോദിച്ച് വിശദീകരണം മേടിക്കാനാണ്. ഏതായാലും കുറച്ച് ദിവസം കഴിയുമ്പം പണം വരാൻ തുടങ്ങി, അത് സത്യമാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാലപ്പോൾ ഓരോ ചില ആൾ പറയും വെറുതെ ഇങ്ങനെ പറയുന്നതാണ്, അല്ലെ സ്വപ്നത്തിൽ അങ്ങനെ എന്തൊക്കെ കാണിക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അത് ശരിയാണ്, സ്വപ്നത്തിൽ പലതും നമ്മൾ യാതൊരു ബന്ധവുമില്ലാതെ സ്വപ്നങ്ങളും കാണാറുണ്ടല്ലോ. പക്ഷെ അതുപോലെയല്ല ചില സ്വപ്നങ്ങൾ, എല്ലാ സ്വപ്നത്തെയും ഒരേപോലെ കൂട്ടാൻ പാടില്ല. ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? പയ്യന്നൂർ. പറഞ്ഞോളൂ. ഡേറ്റ് പറയൂ. 15/10/46 ഡേറ്റ്. 15/10/46. സമയം 7 AM 7 PM. ശരി ശരി. ആ വോളിയം ഒന്ന് കുറക്കൂ, വോളിയം കുറക്കൂ. ആ, മകയിരം നക്ഷത്രം. തിരുവാതിര. 7 PM. 15/10/46. നിങ്ങൾ പറയുന്നത് എന്തോ ചെറിയ വ്യത്യാസം വരുന്നുണ്ടല്ലോ. ഇവിടെ ഇത് കാണുന്നത് തിരുവാതിര അല്ലല്ലോ, മകീര്യമാണ്. 16 16 പോയിട്ടുണ്ടാവും. 16 തന്നെയാണോ? അപ്പോൾ ശരി. അപ്പോൾ ഇപ്പോൾ 78 വയസ്സായി. ആരതാണിത്? ഭർത്താവിന്റെ. എന്താണ് ഭർത്താവിനെ കുറിച്ച് അറിയേണ്ട കാര്യം? എന്താണ്? അത് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരും. പിന്നെ അത് അവർക്കത് ഓർമ്മയേ ഇല്ല. അങ്ങനെ ഒരു അസുഖം വന്നതായിട്ടുള്ളൊരു ഓർമ്മയേ ഇല്ല. അത് ഇടയ്ക്കിടയ്ക്ക് 6 മാസം കൂടുമ്പോഴേ ഇങ്ങനെ വരുന്നു. അല്ല, അതിപ്പോൾ 78 വയസ്സായില്ലേ, അതിപ്പം സ്വാഭാവികമായിട്ട് ഇതൊക്കെ ആരോഗ്യനിലയും മാനസിക നിലയും ഒക്കെ മാറ്റം വരുന്ന പ്രായമല്ലേ. പിന്നെ ഇവിടെ ഇപ്പം ജാതകപ്രകാരം ഇപ്പം ശുക്രദശയിൽ ശനിയുടെ അപഹാരം നടക്കുകയാണ്. അപ്പോൾ ശനിയുടെ അപഹാരം നടക്കുന്ന സമയത്ത് അത് 2026 8-ാം മാസം വരെയുണ്ട്. അതായത് 2 വർഷത്തോളം ഇനിയും ശനിയുടെ അപഹാരം ബാക്കിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ചെറിയ അസുഖങ്ങളും മറ്റൊക്കെ വന്നേക്കാം. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഹൃദയ സംബന്ധമായ അസുഖങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ബാക്കി നെഞ്ഞ് സംബന്ധമായിട്ടും അതൊക്കെ വരും ഈ സമയത്ത്. അപ്പോൾ അത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ ഡോക്ടറൊക്കെ കണ്ട് അതിൻ്റെ വേണ്ട നടപടികൾ എടുക്കണം. ആയുസ് ഉള്ളതായിട്ടാണ് കാണുന്നത്, ആയുസ്സിന് വലിയ പഞ്ഞം കാണുന്നില്ല. പിന്നെ അങ്ങനെ നരകിച്ച് മരിക്കാനുള്ളൊരു യോഗവും കാണുന്നില്ല. അത് രണ്ടും പറയണമല്ലോ. ചില അഷ്ടമത്തിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ പിന്നെ നരകിച്ച് മരിക്കില്ല എന്നാണ്. ചില ആൾക്കാരില്ലേ നരകിച്ച് മരിച്ചു പോകുന്നത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. പിന്നെ പറയുന്നത് ആയുസ്സും ഒരുവിധം മാന്യമായിട്ട് ഉണ്ടാവുമെന്നാണ്. പക്ഷേ എങ്കിലും ഈ ശനി കഴിയുന്നവരെ വളരെ ശ്രദ്ധിക്കണം. ഈ ശനിയുടെ പിരീഡ് പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ടക ശനിയും കൂടി 2-3 മാസം കഴിഞ്ഞാൽ തുടങ്ങുകയാണ്. ഇപ്പോൾ ശനിയുടെ അപഹാരവും കണ്ടക ശനിയും നടക്കുന്ന ആ പിരീഡ് കുറച്ച് പിന്നെ ഗൗരവത്തിൽ തന്നെ. പിന്നെ പയ്യന്നൂരാണെങ്കിൽ ചെറുതാഴും ഗണപതി, പിന്നെ ചെറുതാഴും ഹനുമാനെയൊക്കെ ഒന്ന് കാണുന്നത് നല്ലതാണ്. ചെറുതാഴത്തുള്ള ഹനുമാൻ അമ്പലം ഉണ്ടല്ലോ, അവിടെ പോകുന്നത് വളരെ നന്നായിരിക്കും. ഹനുമാൻ, അതുപോലെ അയ്യപ്പൻ്റെ
ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോകാം. ശബരിമലയിലെല്ലാം പോകാൻ ഇപ്പോൾ ആരോഗ്യം അനുവദിക്കുന്നില്ലല്ലോ. ബാക്കിയുള്ള അതേപോലെ ഗണപതി, ഹനുമാൻ അവരെയൊക്കെ ഭജിക്കുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ അവരുടെ എല്ലാം മന്ത്രം ജപിക്കുന്നതും നല്ലതാണ്. ഇതൊക്കെ ചെയ്താൽ അതിൻ്റെ കാഠിന്യം കുറയും. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ മുമ്പ് ഒരിക്കൽ പറഞ്ഞത് അച്ഛന്റെ തറവാട്ടില് കുറച്ച് ദോഷം കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതെന്തെങ്കിലും കാണുന്നുണ്ടോ അതില്? അല്ല, അത് നമ്മൾ കാണുന്നത് ഈ ജാതക പരിശോധനയിലല്ല അത് പറയുക. അത് നിങ്ങളെ പയ്യന്നൂരുള്ള നല്ല ജ്യോതിഷികൾ പ്രശ്നചിന്ത നടത്തിയിട്ട് പറയുന്നതാണ്. അതിലാണ് അത് പറയുക. അല്ലാതെ ജാതകത്തിലല്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് മറ്റേതാണ്. അത് പയ്യന്നൂർ ഇപ്പോൾ അത്തരം കൃത്യമായിട്ട് ഇതൊക്കെ ചെയ്യുന്ന ജ്യോതിഷികളുണ്ട്. അവരെ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ആ പ്രശ്നം വെച്ച് നോക്കുക. പിന്നെ ഇനി അതല്ലെങ്കിൽ ഈ തളിപ്പറമ്പിനടുത്തൊരു കാപാലി നമ്പൂതിരിയുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ബുക്കിംഗ് കിട്ടാൻ വിഷമമാണ്. അദ്ദേഹവും വളരെ കൃത്യമായിട്ട് ആ വിഷയത്തിൽ പറഞ്ഞു തരുന്ന ആളാണ്. അവരെ അങ്ങനെയൊക്കെ നോക്കുക. ഓക്കെ, അതെന്തുകൊണ്ടൊക്കെ തീർക്കുന്നത് നല്ലത് തന്നെയാണ്. ഓക്കെ ഓക്കെ, ശരി. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഞാൻ വിളിച്ച കോളറോട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അതായത് പ്രശ്നത്തിൽ അറിയേണ്ട കാര്യങ്ങൾ വേറെയുണ്ട്. വേറെ ഒരു തമാശ, കൃത്യമായിട്ട് ആ മേഖല കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പം കുറവാണ്. അതാണ് പ്രശ്നം. വളരെ വളരെ ശ്രദ്ധിച്ചിട്ട് ഇടപഴകേണ്ട ഒരു മേഖലയായിട്ട് പ്രശ്നം വെക്കുന്നവരുടെ ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് കുറേ അത് പയ്യന്നൂരൊക്കെ അത്തരം ആളുകളുണ്ട്. പയ്യന്നൂർ മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ വേറെ ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. പക്ഷെ വളരെ കുറവാണ് അവരുടെ എണ്ണം. അതാണ് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള എനിക്ക് തന്നെ അറിയുന്ന യാതൊരു ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ പണ്ട് അയാൾ പിന്നെ എന്തൊക്കെയോ ജോലി ചെയ്ത് പെട്ടെന്നൊരു ദിവസം വെത്തില പ്രശ്നവുമായിട്ട് അയാൾ രംഗത്തിറങ്ങി. എന്നിട്ട് അയാളിങ്ങനെ പൂച്ച കടിച്ച് മാറുന്നത് പോലെ ഇപ്പോൾ 8ാമത്തെ സ്ഥലത്തോ മറ്റോ അയാളുള്ളത്. ഈ പ്രശ്നം വെക്കലാണ്, താമ്പൂല പ്രശ്നം എന്നാണ് പറയുക അയാൾ. ഇപ്പോൾ എന്നിട്ട് താമ്പൂല പ്രശ്നം ചെയ്യുന്ന കൂട്ടത്തിൽ എപ്പോഴും തികയാതെ കൊണ്ട് പപ്പടവും വിൽക്കുന്നുണ്ടെന്നാണ് കേട്ടത്. പപ്പടം വിറ്റാലും പൈസ, ഇപ്പം ഞാൻ കല്ല് വിറ്റ് പൈസ ഉണ്ടാക്കുന്നുണ്ട്, പപ്പടവും വിൽക്കുക. പക്ഷേ പ്രശ്നത്തിന് ആളില്ലാത്ത സമയത്ത് പപ്പടം വിൽക്കാൻ പോവും, ബാക്കിയുള്ള സമയത്ത് പ്രശ്നം വെക്കും. അങ്ങനെയാണ് അയാൾ ജീവിക്കുന്നത്. ഞാൻ കളിയാക്കുന്നതല്ല. അപ്പോൾ ഇയാൾ ജ്യോതിഷത്തിൻ്റെ ബാലപാഠം പഠിച്ചിട്ടില്ല, അതെനിക്കറിയുന്ന കാര്യമാണ്. നമ്മൾ നേരിട്ടറിയുന്ന കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അയാൾ അതുകൊണ്ടാണ് ഈ പൂച്ച പ്രസവിച്ച് കഴിഞ്ഞാൽ അടിച്ചു മാറൂലേ, ഏറ്റവും ചുരുങ്ങിയത് 5 മാറ്റം ഉറപ്പാണ് പൂച്ച. അതും കഴിഞ്ഞു 8 മാറ്റമായി. ബോർഡ് എടുക്കുക, കുറച്ച് കാലം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴേക്കും അവിടെ ആളുകൾക്ക് മനസ്സിലാവും. അവിടുന്ന് പിന്നെ ബോർഡ് എടുത്ത് വേറെ സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ഇത് 8ാമത്തെ സ്ഥലത്ത് ബോർഡുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അത് ഇപ്പോൾ ഞാൻ 28 കൊല്ലമായിട്ട് തലശ്ശേരി മാത്രം വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ നിൽക്കണമെങ്കിലാണ് കുറച്ചെന്തെങ്കിലും വേണം കയ്യിൽ. ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല. കുറച്ചെന്തോ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടോ അല്ലെ മൂകാംബികയുടെ അനുഗ്രഹം കൊണ്ടോ കുറച്ചെന്തോ കിട്ടിയിട്ടുണ്ട്, കുറച്ചെന്തോ അറിയാം. അതുകൊണ്ടാണ് അവിടെ നിൽക്കാൻ പറ്റുന്നത് ഒരേ സ്ഥലത്ത്. അല്ലെങ്കിൽ ഞാനും ഇതേപോലെ 2-3 ബോർഡൊക്കെ എടുത്ത് പോയി പിന്നെ വേറെ വല്ല പണിക്കും പോവും. ഇങ്ങനെ 8 സ്ഥലത്തേക്കൊന്നും മാറില്ല. വേറെയും പണിയുണ്ടല്ലോ ലോകത്തിൽ. അതിപ്പം പോയിട്ട് എന്ത് പണിയും എടുക്കാനുള്ള കഴിവ് ഒരു മനുഷ്യൻ വിചാരിച്ചാൽ അയാൾക്ക് എന്തും ഏത് മേഖലയിലും. പപ്പടം വിൽക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല, പപ്പടം വിറ്റ് ജീവിക്കാം. അപ്പം ബസ് സ്റ്റാൻഡിൽ ചെറുനാരങ്ങ വിറ്റിട്ടും ജീവിക്കാം, നെല്ലിക്ക വിറ്റിട്ടും ജീവിക്കാം. ഇനി ബിരിയാണി ഇപ്പം കുറേ ചെറുപ്പക്കാർ കാണുന്നില്ലേ റോഡ് സൈഡിൽ ബിരിയാണി ഇങ്ങനെ വിൽപ്പന, അതൊക്കെ ഒരു തൊഴിൽ കണ്ടെത്തുകയല്ലേ. ഈ വഴിയെ പോകുന്ന പട്ടാളക്കാരൻ്റെ പണി കിട്ടിയിട്ട് 3ാമത്തെ സ്ത്രീയുടെ കഴുത്തുനിന്നാണ് മാല പൊട്ടിച്ച ഒരുത്തൻ.
അവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? പട്ടാളക്കാരൻ്റെ പണി കിട്ടിയവനാണ്. എന്നിട്ട് ഇപ്പം സ്ത്രീകളുടെ കഴുത്തിലെ മാല പൊട്ടിക്കുന്ന പണിയാണ് ഇപ്പം അയാൾ ചെയ്യുന്നത്. ഇന്നത്തെ പേപ്പറിൽ രാവിലെ വായിച്ചതാണ്. അത്തരത്തിലുള്ള മനുഷ്യന്മാരില്ലേ? അതിനേക്കാൾ എത്രയോ ഏത് പണിക്കാണ് നമുക്ക് പോയിക്കൂടാ? അത് ആണിൻ്റെ ജന്മം. പെണ്ണിന് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അവളുടേതായ ഇപ്പം ബസ് സ്റ്റാൻഡിൽ പെട്ടെന്ന് പോയിട്ട് നെല്ലിക്ക വിൽക്കാനിപ്പം ഒരു പെൺകുട്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. വിൽക്കുന്ന പെൺകുട്ടികളും ഉണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എല്ലാ പണിയും എല്ലാവരും എടുക്കുന്നുണ്ടല്ലോ. പക്ഷേ ആണിനാവുമ്പോൾ എന്തും എങ്ങനെയും ചെയ്യാലോ. പിന്നെ ഈ മാല, പാവപ്പെട്ട സ്ത്രീയുടെ മാല പൊട്ടിച്ചിട്ട് എന്ത് നേടാനാണ്? അവനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാത്തത്. ഏതായാലും അതിനേക്കാൾ എത്രയോ മെച്ചാ പപ്പടം വെക്കുന്നത്. പക്ഷേ ഏതായാലും ഒരു കോളുണ്ട്. ഹലോ, ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പിണറായി. പറഞ്ഞോളൂ. എന്റെ മോളെ കല്യാണത്തിന്റെ അറിയാനിട്ട് വിളിക്കുന്നത്. ആയിക്കോട്ടെ മാഡം, നിങ്ങൾക്ക് പറയാം. ഡേറ്റ് പറഞ്ഞോളൂ. 26/8/97. 26/8/1997. ഓക്കെ. പകല് 11:45 AM. ചിങ്ങമാസം 10. അതൊന്നും വേണ്ട, 11:45 ഇത് മാത്രം മതി. 26/8/97 11:45. ഓക്കെ. മകീര നക്ഷത്രം. എന്താണ് മകള് കല്യാണം നടക്കുന്നില്ലേ? ഇല്ല, കല്യാണം നോക്കുന്നുണ്ട്. 25 വയസ്സിൽ നോക്കാൻ തുടങ്ങി, ഒന്നും ശരിയായില്ല. നോക്കുന്നുണ്ട്, ജാതകം വെക്കണം, അങ്ങനെല്ലാം നോക്കിയിട്ട് പിന്നെ ഒന്നും നോക്കിയിട്ടൊന്നും ശരിയായില്ല. ഒരു അനുകൂല സമയം വരാനുണ്ട്. അപ്പോൾ ആ സമയം അതിൽ പക്ഷേ ഇപ്പം നടക്കുന്ന വ്യാഴത്തിൻ്റെ ദശയാണ്. പക്ഷേ ഈ ശനിയുടെ അപഹാരം ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം മുമ്പിലിങ്ങനെ വരുന്നു, പിന്നെ അത് എന്തോ കാരണത്താൽ തട്ടിമാറ്റപ്പെടുന്നു. ഇത് പിന്നെ കല്യാണം കഴിപ്പിക്കേണ്ട ആൾ ശുക്രനാണെന്നാണ്. അപ്പോൾ ശുക്രൻ ഇവിടെ നീചത്തിലാണ്, മറിഞ്ഞു നിൽക്കുന്ന ശുക്രനും കൂടിയാണ്. പിന്നെ ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുക, ഇതൊക്കെ കാണിക്കുന്നത് വിവാഹ സംബന്ധമായ തടസ്സങ്ങളെ തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അത്തരത്തിലുള്ള വിശ്വാസവും താല്പര്യമൊക്കെ ഉള്ള ഇപ്പോഴത്തെ പെൺകുട്ടികളും ആയിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ ഒരു വിഭാഗത്തിന് ഇതിലെല്ലാം വലിയ വിശ്വാസമുണ്ട്. മറ്റൊരു വിഭാഗം ഇതൊക്കെ വെറും തട്ടിപ്പും ഇതാണെന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അത് അങ്ങനെ നിങ്ങളുടെ മകൾ ഏത് വിഭാഗത്തിലാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ അവൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവളെയും കൂട്ടി വന്നാൽ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. അല്ലാതെ നമ്മൾ ഇതിങ്ങനെ ജാതകത്തിൽ ദോഷമുണ്ട്. ഇപ്പം കല്യാണം ഏകദേശം ശരിയായിട്ടുണ്ട്. ജാതകലൊത്ത് ചെക്കന്റെ വീട്ടുകാർക്കല്ലേ അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടിന്. ചെക്കന്റെ വീട്ടുകാർക്ക് ഓക്കെ, അങ്ങനെ ഒത്തെങ്കിൽ കൊടുത്തോളൂ. പിന്നെന്താണ് പ്രശ്നം? അതല്ല അല്ല ശരി. അത് ഞാൻ നിങ്ങളെ കൊറേ ആയി വിളിക്കുന്ന, എല്ലാ ആഴ്ചയും വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. അതെ, പിന്നെ ശരിയായെങ്കിൽ പിന്നെ അതിന്റെ വിഷയമില്ലല്ലോ. അല്ല, അവര് ഇനി അത് ശരിയായെന്നാണ് നമ്മള് പോയിട്ട് നോക്കിയില്ല. അവർക്കെല്ലാം ഇഷ്ടായില്ല. നമ്മൾ ഇനി അങ്ങോട്ട് പോയി നോക്കണം. ഏകദേശം ജാതകം അങ്ങനെ എല്ലാം ജാതകം അവര് നമ്മളെ നോക്കി പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടിന്. ഇനി നമ്മൾ അവരെ വീട്ടിലേക്ക് പോണം. അവര് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരണം, അതെല്ലാം ഇല്ല. അതുകൊണ്ട് അത് നിങ്ങൾ പോയിക്കോളൂ. അത് പോയിട്ട് അത് ശരിയാവുമെങ്കിൽ കൊടുത്തോളൂ. ഇപ്പം ഈ ജാതകപ്രകാരം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അഥവാ ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന് തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ല. ശനിയുടെ അപഹാരമായതുകൊണ്ട് കല്യാണം നടത്തരുതെന്നൊന്നും ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. ശനിയുടെ മംഗല്യയോഗമുള്ള ജാതകം തന്നെയാണ്. ഇപ്പം വന്നിരിക്കുന്ന പട്ടാളക്കാരനോ മറ്റോ ആണോ? ഇല്ല, ഓക്ക് ജോലിയുണ്ട്. ഓള് IT ഫീൽഡിലാണ്. അല്ല, ഈ ഡാറ്റ എഞ്ചിനീയർ ആയിട്ട് വർക്കുന്നു. ഇല്ല, ജോലിയുള്ള ചെക്കനും എഞ്ചിനീയർ തന്നെ. ചെക്കനും എഞ്ചിനീയർ തന്നെ. ശരി. എഞ്ചിനീയർ തന്നെ, രണ്ടാളും എഞ്ചിനീയർ തന്നെ. ശരി. അപ്പോൾ നാട് വിട്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ? ഇല്ല, നമ്മള് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. ശരി, ഓക്കെ. അപ്പോൾ അങ്ങനെ വന്നെങ്കിലും പിന്നെ മുമ്പോട്ട് പോയിക്കോളൂ.
അതിനിപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള പ്രൊസീജിയർ ഉണ്ടല്ലോ അതിൻ്റെ അങ്ങോട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ അതൊക്കെ നോക്കൂ. എന്നിട്ട് പിന്നെ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പറയാം. അതിന് പോലെ ജോലി സംബന്ധമായിട്ടുള്ള പ്രൊമോഷൻ എല്ലാം കിട്ടുക. ഇവിടെ 10ാം ഭാവാധിപൻ ഉച്ചത്തിൽ നിൽക്കുന്നു. പിന്നെ 11 നല്ല പുഷ്ടി, ധനലാഭയോഗം, ഇപ്പം തന്നെ മോശമില്ലാത്ത ശമ്പളം ഉണ്ടല്ലോ. അതിനൊന്നും പിന്നെ അങ്ങനെ ഒരു ദോഷമൊന്നും ഞാനിവിടെ കാണുന്നില്ലല്ലോ. ആ വിഷയത്തിലൊരു ദോഷമൊന്നുമില്ല. ജോലി സംബന്ധമായിട്ടൊന്നും ഒരു മോശവും കാണുന്നില്ല. നല്ല ഗ്രോത്ത് ഉണ്ടാവും, പുരോഗതി ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, നമുക്ക് നല്ല ഭാവിയുള്ള പെൺകുട്ടിയുടെ ജാതകം തന്നെയാണ്. വിവാഹ സംബന്ധമായിട്ട് ഇങ്ങനെ തടസ്സമുണ്ട്. അതിപ്പം എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ 27 വയസ്സായില്ലേ പെൺകുട്ടികളുടെ വിവാഹപ്രായം. ജ്യോതിഷപരമായിട്ട് പറയുമ്പോൾ 18 വയസ്സാണ് പണ്ടത്തെ കണക്ക്. ഇപ്പോൾ അത് 22 വയസ്സ് കൂട്ടാം, 22 വയസ്സ് കൂട്ടാം. അപ്പോൾ അതിനൊരു 5 കൊല്ലം വൈകിയില്ലേ. അപ്പോൾ ആ ദോഷം നമ്മളെ കണക്കിന് ഇപ്പോഴത്തെ പുതിയ കണക്ക് പ്രകാരം ഇതൊന്നും ഒരു പ്രായമല്ല. 27, ഇപ്പം 35 വയസ്സ് 40 വയസ്സിലും കല്യാണമില്ലേ. ഇനിയിപ്പം പിന്നെ 60 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം നടത്തിയിട്ട് വാർദ്ധക്യ സഹജമായ കാരണങ്ങളാൽ മരണപ്പെട്ടു പോയി എന്നും പറയും. അതുകൊണ്ട് ഇനി കാലം അങ്ങനെ അങ്ങോട്ടേക്കാണ് വരാൻ പോകുന്നത്. വാർദ്ധക്യകാലം പെൻഷൻ മേടിക്കുന്നുണ്ട് എന്ന് അങ്ങനെയില്ല. എന്നാ പറഞ്ഞ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അങ്ങനെ ഒരു അതിപ്പോ ആരെ കൊണ്ട് പറയാൻ പറ്റും? ഇത് ആരെ കൊണ്ടാണ് ഇന്നിപ്പം പറയാൻ പറ്റും? ഒരു ജ്യോതിഷം കൊണ്ടും പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ 7ാം ഭാവാധിപൻ ലഗ്നത്തിൽ ഉദിച്ചിട്ടുണ്ട്. ഭർത്താവ് ആയിട്ട് നല്ല അടുപ്പം വേണ്ടതാണ്. അത് പിന്നെ കുറച്ച് 7ാം ഭാവാധിപതി ചൊവ്വയായാൽ കുറച്ച് പരുക്കനായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ ഓരോ ആളുടെ പിന്നെ ഈ പണ്ടാരോ പറഞ്ഞ പോലെ ചക്കയൊന്നും അല്ലല്ലോ, ചൂന്ന് നോക്കാനൊന്നും പറ്റില്ലല്ലോ. അതെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് പിന്നീട് ഓരോരോ പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ അതെങ്ങനെയൊക്കെയാണ് അതിന് തടസ്സം വരുന്നതെന്നൊന്നും ഇപ്പം മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും പിന്നെ അങ്ങനെ ദാമ്പത്യ ജീവിതം ഒരു മാതിരി ആയിപ്പോകുന്ന ഒരു ടൈപ്പായിട്ട് കാണുന്നില്ല. പിന്നെ ഇവൾ തുലാലഗ്നക്കാരിയാണ്. തുലാലഗ്നക്കാർ അവർ എന്താണ് പറയുക, തുലാം ത്രാസാണ് അതിൻ്റെ ചിഹ്നം. അപ്പോൾ അവർക്ക് അവരുടേതായ രൂപത്തിലെല്ലാം തൂക്കി നോക്കാനുള്ള കഴിവുണ്ടാവും. അതിന് കച്ചവടക്കാരൻ്റെ തന്ത്രങ്ങൾ കണ്ടിട്ടില്ല, ആ തന്ത്രങ്ങൾ അവർക്ക് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഒരു കച്ചവടക്കാരന് നമ്മളെ വെറുപ്പിക്കാനൊന്നും അങ്ങനെ നിൽക്കില്ലല്ലോ. അപ്പോൾ എല്ലാം കൊടുത്തിട്ടല്ലേ വാങ്ങുക. ഗിവ് ആൻഡ് ടേക്ക് എന്ന് ഇംഗ്ലീഷ് പറയുന്നു. അപ്പോൾ ആ കൊടുത്ത് വാങ്ങലിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാരസ്പര്യം എന്ന് പറയും. ആ പാരസ്പര്യം ശരിയായി കഴിഞ്ഞാലല്ലേ ദാമ്പത്യ ജീവിതം വിജയിക്കുള്ളൂ. ഇപ്പോൾ ആ പാരസ്പര്യത്തിൻ്റെ തകരാറാണല്ലോ ഇപ്പം 30% ഡൈവേഴ്സ് വരുന്നത്. അതിന് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ മകള് എങ്ങനെ പെരുമാറണമെന്ന് അറിയുന്നവളാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവളുടെ ദാമ്പത്യ ജീവിതം വലിയ പ്രശ്നമില്ല. പിന്നെ ബാംഗ്ലൂർ പോലുള്ള നഗരത്തിൽ വളർന്ന പെൺകുട്ടിയൊക്കെയാണ്, ലോകപരിചയമൊക്കെ ആയി. അതുകൊണ്ട് അങ്ങനെ പരാജയപ്പെട്ടു പോകുന്നില്ല. ഇപ്പോൾ സീനിയർ പെൺകുട്ടിയും അല്ലേ. അതുകൊണ്ട് നല്ല നിലയിൽ തന്നെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാതിരിക്കുക, പോസിറ്റീവായിട്ട് മാത്രം കാര്യങ്ങളെ കാണുക. പിന്നെ അന്നേരം നെഗറ്റീവ് വരുന്നുണ്ട്, അപ്പോൾ നോക്കാം. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ദേവി രക്ഷിക്കട്ടെ. ശരി. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഈ മണ്ഡലകാലത്തെക്കുറിച്ചാണ് ഞാൻ തുടക്കം വെച്ചത്. മണ്ഡലകാലത്തുള്ള പ്രത്യേകത ഈ കൂടുതൽ ക്ഷേത്രങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിലും മറ്റൊക്കെ കൂടുതൽ ചൈതന്യം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം കൂടുതൽ ഭക്തന്മാർ വരുമ്പോൾ ഈ പുരോഹിതന്മാർക്കും ധനവർദ്ധനവുണ്ടാവും. അപ്പോൾ അന്നേരം അവർക്ക് ഉത്സാഹം കൂടും. അതൊക്കെ സത്യമാണ്. ഇപ്പോൾ ഒരു കൊറോണ കാലത്തുള്ള നമ്മളെ ക്ഷേത്രത്തിൻ്റെ കഥ എനിക്ക് നേരിട്ടറിയാം. കാരണം തട്ടിലൊന്നും പൈസയില്ല. തട്ട് പൈസ വരാൻ ഭക്തന്മാർ വരണ്ടേ. അപ്പോൾ ഈ ശമ്പളം കൊണ്ടൊന്നും കാര്യമായിട്ട് ഒരു വീട് പുലർത്താൻ കഴിയില്ല. ഇപ്പോഴും നമ്മളുടെ അമ്പലത്തിലെ ദേവസ്വത്തിൻ്റെ ശമ്പളമൊക്കെ കുറവ് തന്നെയാണ്. മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് ചില പോസ്റ്റിലിരിക്കുന്നവർക്ക് കിട്ടുമായിരിക്കും. പക്ഷെ മറ്റ് ജോലികൾ, ഉദാഹരണം ഒരു അധ്യാപകനോ ഒരു പോലീസുകാരനോ അപേക്ഷിച്ചിട്ട് ദേവസ്വം ബോർഡിലെ ഒരു നമ്പൂതിരിക്ക് കിട്ടുന്നതോ അല്ലെ ഒരു പുരോഹിതന് കിട്ടുന്നതോ ശമ്പളം കുറവ് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക്
ഒരു കോമ്പൻസേഷൻ എന്നുള്ള രൂപത്തിൽ കിട്ടുന്നതാണ് ഈ തട്ടിലെ പൈസ. അത് പോലീസുകാർക്കൊക്കെ ചില പോലീസുകാർ മേടിക്കും. ഇപ്പം അങ്ങനെ മേടിക്കാനും പോലീസുകാർക്കും ബുദ്ധിമുട്ടാണ്. വിചാരിച്ചാലും പണ്ടല്ലോ ഞാനൊക്കെ വണ്ടി കൊണ്ടൊക്കെ പോകുമ്പോൾ എത്രയോ കൊടുത്തിട്ടുണ്ട്. അന്നൊന്നും പിന്നെ ഈ CCTV ക്യാമറയൊന്നുമില്ലല്ലോ, പിന്നെ മൊബൈലും ഇല്ല. പോലീസ് ആയാലും ഇനി ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും കൈക്കൂലി അന്ന് കൂടുതലായിരുന്നു. ഇന്നിപ്പം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കൈക്കൂലി കുറഞ്ഞു. അതിൻ്റെ കാരണം ഈ സമൂഹം പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊക്കെ നന്നായി പോയിട്ടൊന്നുമല്ല. അത് എന്നും പണത്തോട് ആർത്തിയുള്ളൊരു വിഭാഗം ഉണ്ടാവും, അത്രമാത്രം കൃത്യമായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അതെന്ന് എല്ലാ കാലത്തും ഉള്ള സ്ഥിതി തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ എന്താണ്, ഇന്ന് വിജിലൻസിനെ പേടിക്കണം, ഒപ്പം നമ്മുടെ പിന്നെ CCTVയെ പേടിക്കണം, പിന്നെ ഇത് ഒളിച്ച് പകർത്തുന്ന വല്ല മൊബൈൽക്കാരൻ അപ്പുറം ഇപ്പുറം എവിടെയും കൊണ്ടോ എന്നുള്ള നോക്കണം. ഇങ്ങനെ പല രൂപത്തിൽ. ഇനി ഇതൊന്നും അല്ലാതെ ക്യാമറ ഇവിടെ ഇതേപോലെ കുത്തിയിട്ടൊരു ക്യാമറ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടും പണി കിട്ടും. പണി ഏത് രൂപത്തിലും വരാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പം അത്തരം കൈക്കൂലി വാങ്ങുന്നവരുടെ എണ്ണമൊക്കെ തീരെ കുറഞ്ഞു പോയി. അത് അവർക്ക് ആഗ്രഹം ഉണ്ടായാൽ നടക്കാത്ത കാര്യമായി മാറി. ഇപ്പോൾ അവർക്കും ശമ്പളം തന്നെയാണ്, മഹാഭൂരിപക്ഷത്തിന് ശമ്പളം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അധ്യാപകനൊന്നും പിന്നെ കൈക്കൂലീൻ്റെ വിഷയമേ വരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ, പക്ഷേ എങ്കിലും അവർക്ക് കുറച്ചുകൂടി ശമ്പളം കൂടുതലാണ്. അപ്പോൾ ക്ഷേത്രത്തിലെ ആളുകൾക്കെന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്നത് ഈ തട്ടിലെ പണം എന്നുള്ള ഒരു പൈസ നമ്മൾ ദക്ഷിണ കൊടുക്കുക, നമ്മൾ തീർത്ഥദക്ഷിണ എന്ന് പറയും, മറ്റേ ദക്ഷിണ എന്ന് പറയും. ഒരു ദൈവിക കർമ്മം ചെയ്താൽ ഒരു ദക്ഷിണ നമ്പൂരിക്ക് കൊടുക്കുക എന്നുള്ളൊരു ഇതുണ്ട്. അത് അവർക്കൊരു വലിയ ആശ്വാസം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. അതാണ് കൊറോണ കാലത്തൊന്നും ഇല്ലാതായിപ്പോയി. അപ്പോൾ ഈ ദേവസ്വത്തിന് കൊടുക്കുന്ന ചെറിയ ശമ്പളം കൊണ്ട് മാത്രം എങ്ങനെ ജീവിതം പോകാനാണ്? എന്നോട് 1-2 പേര് പരാതി പറഞ്ഞിരുന്നു ആ കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഏതായാലും എല്ലാവർക്കും നല്ല കാലമാണ്. ആ ക്ഷേത്ര ജീവനക്കാർക്കൊക്കെ നല്ല ഉന്മേഷമായിരിക്കും. അപ്പോൾ ഒരു പൂജ ചെയ്യുമ്പോൾ അത് പ്രതിഫലിക്കും. അതാണ് അതിൻ്റെ കാര്യം. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൂത്തുപറമ്പ്. പറഞ്ഞോളൂ, ഡേറ്റ് പറഞ്ഞോളൂ. 1958. ഇന്നെല്ലാം പ്രായമുള്ളവരാണല്ലോ ഭഗവാന്. എന്താണ് ഡിസംബർ 12 രാത്രി 12 മണി. 12 എല്ലാം 12 പോയല്ലോ. ആരാണിത്? ഇത് എൻ്റെ തന്നെ. അത് ശരി. അപ്പോൾ ഇത്രയും 65 വയസ്സുണ്ടായിട്ട് ചെറിയ കുട്ടീൻ്റെ ശബ്ദമാണല്ലോ. ഇതെങ്ങനെ കിട്ടി? നിങ്ങൾ ഇളയതായ ഞാൻ പോലും കളവൻ്റെ വർത്താനമായല്ലോ. നിങ്ങളെങ്ങനെ ഇങ്ങനെ ചെറുപ്പക്കാരിയുടെ വർത്താനം പറയുന്നു? അത് മോശമില്ല. ഏതായാലും നന്നായി. അങ്ങനെ നിൽക്കട്ടെ, എൻ്റെ കണ്ണൊന്നും തട്ടില്ല, അതെല്ലാം അങ്ങനെ തന്നെ പോട്ടെ. അപ്പോൾ ഏതായാലും ഇപ്പം വ്യാഴദശയാണ്, അതുകൊണ്ടായിരിക്കണം ശബ്ദമെല്ലാം. രോഗമൊന്നും ഇല്ല എന്നുള്ളതാണ്. ഈ ശബ്ദം ക്ലിയർ ആയി കിട്ടും. നിങ്ങൾ പേടിക്കുന്നതിന് ഇപ്പം ഞാനെന്ത് ചെയ്യാനാ? വലിയ രോഗമുള്ളവളുടെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ, വലിയ രോഗമുള്ളവൾക്ക് ഇങ്ങനെയുള്ള ശബ്ദം ഉണ്ടാവില്ല. ആ ശബ്ദത്തിന് ഒരു ചെലമ്പുണ്ടാവും, ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. അത് അങ്ങനെ വലിയ ചെറിയ രോഗങ്ങൾ 60 വയസ്സ് കഴിഞ്ഞാൽ ഇല്ലാതെ ആരാണ് ഉള്ളത്? ഇത് മനുഷ്യൻ്റെ ശരീരം അങ്ങനെയല്ലേ, അതിന് ചെറിയ കുഴപ്പങ്ങളെല്ലാം വരൂലേ? നിങ്ങൾക്കൊരു കടുത്ത രോഗമില്ല. എന്താണ് കടുത്ത രോഗം? പറഞ്ഞോ. അത് മൂത്രത്ത് പഴുപ്പ്, പിന്നെ ഇത് കല്ലുണ്ട് എന്ന് പറഞ്ഞ്. അതൊന്നും കടുത്ത രോഗത്തിൽ പെടില്ല. അതൊക്കെ നിസ്സാരം, ചികിത്സിച്ചാൽ ഉടനെ ശരിയാവുന്ന രോഗങ്ങൾ. അതൊന്നും കടുത്ത രോഗമല്ല. ഞാൻ വിചാരിച്ചു കടുത്ത രോഗം, അങ്ങനെ പറയരുത്. കടുത്ത രോഗം എന്നുള്ള കടുത്ത രോഗമൊന്നുമില്ല. സമാധാനായി. പിന്നെ നമ്മളെ കുടുംബത്തിന് ആരും യോജിപ്പില്ല. അതിപ്പോ ലോകത്തിൽ എവിടെയും ഇല്ലല്ലോ. പിന്നെ നീ അതിനെപ്പറ്റി എന്തിനാ വരുന്നത്? അതിപ്പോ എവിടെയാ ഉള്ളത്? വെറുതെ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് മാത്രം ഒരു എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ആർക്കും ആരെയും കണ്ടുകൂടാ. അത് കലി മൂത്ത് വരുമ്പം പിന്നെ അങ്ങനെ തന്നെയാണ്.
അതിനൊന്നും വെറുതെ സമയം കളയണ്ട. അതൊന്നും ഓർത്തിട്ട് ബേജാറായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇന്ന് മാനുഷിക ബന്ധങ്ങളിൽ മൊത്തം ഒരു വിള്ളലുകൾ വന്നിരിക്കുന്നു. അത് പൊതുവേ മക്കള് വരെ യോജിപ്പില്ല, മക്കള് വരെ. അത് ഞാൻ പറഞ്ഞല്ലോ, അതിനെപ്പറ്റി പരാതി പറയാൻ നമ്മൾ നിൽക്കണ്ട. കാരണം എല്ലാ വീട്ടിലും ഇപ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. ആർക്കും ആരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എല്ലാവരും സ്വാർത്ഥരായി പോയി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വെറുതെ ദ്വേഷിക്കുക, അതും ഇപ്പോൾ ഉള്ളൊരു പ്രത്യേകതയാണ്. ആർക്കും ആരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതൊക്കെ അതിനൊന്നും മരുന്നൊന്നുമില്ല. അതിപ്പോൾ ഇനി അങ്ങനെ അങ്ങ് പോവും. അതിനെ നമ്മൾ കണക്കിലെടുത്താൽ നമ്മൾ ആരോഗ്യം പോവും. നമ്മൾ കണക്കിലെടുക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നല്ല വിദ്യ. ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും അതേപോലെ എന്നുള്ള ആ നയം സ്വീകരിച്ചാൽ പിന്നെ വലിയ പ്രശ്നമില്ല. സെൻറ്റിമെൻസും കൊണ്ട് ഇനി ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട ആരും. സെൻറ്റിമെൻസൊന്നും ഇനി നടക്കില്ല. കാണിക്കേണ്ടവരോട് മാത്രം കാണിക്കുക, അല്ലാത്തവരോട് പോയി പണി നോക്കാൻ പറയുക, അത്ര തന്നെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നതൊന്നും വലിയ നിങ്ങൾ അങ്ങനെ ഒരു ഇതടിക്കണ്ട. നിങ്ങൾക്ക് വരുമാനമുണ്ടോ? ഒന്നുമില്ല. വരുമാനം കുറവില്ല. അല്ല, പൈസക്ക് അങ്ങനെ വിഷമം കാണുന്നില്ലല്ലോ. അതെ, പൈസ അങ്ങനെ എങ്ങനെയെങ്കിലും ആണോ? അത് അല്ലല്ലോ. അല്ല, ഇവിടെ പണത്തിന് ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ത്രീയാണ് നിങ്ങൾ. അത് വലിയൊരു സമാധാനമല്ലേ. അതും ഇല്ലെങ്കിൽ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏതായാലും കാര്യങ്ങളെല്ലാം മുമ്പോട്ട് അതിനി അങ്ങനെ പോട്ടെ. അതൊന്നും ഇനി നിങ്ങളെ പേരിൽ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. 65 വയസ്സായ നിങ്ങളെ പേരിൽ ഇനി വീടൊന്നും പറ്റില്ല. അതൊക്കെ വേറെ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അന്നേരം നോക്കാം. നിങ്ങളതിനെക്കുറിച്ചൊന്നും ഇനിയിപ്പോൾ ചിന്തിക്കണ്ട. നിങ്ങൾക്കൊരു 10-20 കൊല്ലവും കൂടി ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് നിങ്ങളങ്ങ് പോയിക്കോളുക. 10-20 കൊല്ലവും കൂടി ജീവിച്ചിട്ട് ആര് നോക്കാനൊന്നും അതൊന്നും എനിക്കറിയേണ്ട വിഷയമല്ലല്ലോ. അത് ഇവിടെ ഉള്ളതല്ലേ പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് കടന്നു പോവാം. 65-66 വയസ്സായി. അപ്പോൾ 86-90 അങ്ങനെ കൂട്ടിക്കോ. പിന്നെ എന്ന് വെച്ചിട്ട് 86 എത്തിയ ഉടനെ ഞാനിതാ ഇന്ദുലാൽ പറഞ്ഞ സമയത്ത് ഞാൻ പോവാന്ന് പറയണ്ട. ചിലപ്പോൾ അങ്ങോട്ട് തള്ളി വെക്കാം. അതിൽ ഇപ്പുറമില്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പ്രജ്ഞയൊക്കെ ഉണ്ടാവും. 86 ആയാലും പ്രജ്ഞയൊക്കെ ഒന്നും കുറവുണ്ടാവില്ല. അപ്പോൾ ഇന്ദുലാലിന് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇന്ദുലാൽ പറഞ്ഞ സമയമായി ഞാൻ പോട്ടെ എന്ന് പറയരുത്. അന്നേരം ആൾ കാത്തു നിൽക്കും, അമ്മ പോവാനായിപ്പോയി കേട്ടാ. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. നമശിവായ മന്ത്രം ജപിക്കുക. ഓം നമശിവായ, ഓം നമശിവായ. ഓക്കെ, നന്നായി വരും. ശരി, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ പ്രാർത്ഥനാപൂർണമായ ജീവിതം നയിക്കുന്നവർക്ക് കുറേയും കൂടി സന്തോഷമുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഈശ്വരാരാധന നടത്തുന്നത് ഒരിക്കലും അതൊരു വേസ്റ്റായ പരിപാടിയല്ല. അത് പലരും അങ്ങനെ ധരിക്കുന്നുണ്ട്. അതിനൊന്നും യാതൊരു കഴമ്പുമില്ല, വെറുതെ സമയം, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വിഭിന്നമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചതാണ് ഞാൻ പറയുന്നത്. ചില ആളുകൾക്ക് അത്തരം അനുഭവങ്ങളൊന്നും ഇല്ലാത്ത അയാൾ വേറെ രൂപത്തിൽ പറയും. അതുകൊണ്ട് ആര് പറയുന്നതാണ് ശരിയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പറയുന്ന മാത്രമാണ് ശരിയെന്നുള്ള അവകാശവാദമൊന്നും ഞാൻ ഉന്നയിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആരെയും നിർബന്ധിക്കാതെ, എന്നെ നേരിട്ട് കാണുന്നവരോടും ഞാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രമേ ദൈവിക കാര്യത്തെപ്പറ്റി സംസാരിക്കാറ് പോലുമുള്ളൂ. അവർക്ക് ബലറിയാൻ വേണ്ടി മാത്രമാണ് വന്നത്. ദൈവികമായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് കടക്കില്ല. അതേപോലെ തന്നെയാണ് പരിഹാര കാര്യത്തിലും. പരിഹാരം എന്ന് പറയുന്നൊരു സാധനം ജ്യോതിഷത്തിലുണ്ട്. അത് ഒരു ജാതകം നോക്കിക്കഴിഞ്ഞാൽ മുജ്ജന്മ ദുരിതങ്ങൾ കൂടുതലുള്ള ജാതകം, അവരുടെ അനുഭവങ്ങളും അത്തരത്തിലായിരിക്കും.
വളരെ കൈപ്പേറിയ പല അനുഭവങ്ങളിലൂടെ അത്തരം വ്യക്തികൾ കടന്നു പോകേണ്ടി വരും. അപ്പോൾ ആ സന്ദർഭത്തിലാണ് പരിഹാരത്തിൻ്റെ പ്രസക്തി. അതിന് പലതരത്തിലുള്ള പിന്നെ കർമ്മങ്ങൾ നമ്മളിപ്പോൾ ഉദാഹരണം ഇപ്പം ഈ ശരിയായ മൃത്യുഞ്ജയ ഹോമം നടത്തിക്കഴിഞ്ഞാൽ ആയുസ്സിന് അല്ലെങ്കിൽ രോഗശമനം വരുന്നതിനൊക്കെ എത്രയോ ദൃഷ്ടാന്തങ്ങളുണ്ട്. അതൊക്കെ നേരിട്ട് അനുഭവത്തിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഒരുപാട് പേർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അതുപോലെ ഒരു പ്രത്യേക മന്ത്രം ജപിച്ചതിന് ശേഷം അവർക്ക് വന്ന മാറ്റം അവർ നമ്മളോട് പറയുമ്പോൾ അപ്പോൾ നമുക്കത് ഓർപ്പിക്കാമല്ലോ. അതേപോലെ ചില പ്രത്യേക ക്ഷേത്രങ്ങളിലുള്ള കർമ്മങ്ങൾ, ആ കർമ്മം കഴിഞ്ഞതിന് ശേഷം അവർ അതിൻ്റെ റിസൾട്ട് പറയുന്നു. അതുകൊണ്ട് പരിഹാരങ്ങളില്ല എന്ന് പറയുന്നത് വെറും വിഡ്ഢിത്തരമാണ്. പരിഹാരങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് ചിന്തിക്കുന്നതും ഒരു വിഡ്ഢിത്തരമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചില ആളുകൾ അത്തരം ജ്യോതിഷം മാത്രം, ബലം മാത്രം മതി, പരിഹാരം വേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അത് തെറ്റാണത്. അവർക്ക് അതിനെപ്പറ്റി അറിയാഞ്ഞിട്ടാണ്. കർമ്മങ്ങൾക്ക് ശേഷം അവരുടെ ദുരിതം ശമിക്കുന്നത് അവർക്ക് അനുഭവത്തിൽ വരിക തന്നെ ചെയ്യും. പക്ഷെ അതിൻ്റെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും ചെയ്യിക്കാനും പറ്റിയ ജ്യോതിഷിക്കും കഴിവ് വേണം, അതേപോലെ കർമ്മിക്കും വേണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ എന്ന് മാത്രം. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് ചെറുകുന്നാണ്. ചെറുകുന്ന്, പറഞ്ഞോളൂ. 1995 ഫെബ്രുവരി 28 2 മണിക്ക് പകല്. മോളെ കാര്യം അറിയാം. രാത്രി 2 മണിക്കോ? അല്ല, പകല് 2 മണിക്ക്. ശരി. നക്ഷത്ര അവിട്ടം. വിട്ടുന്നു. എന്താണ്, ഏത് കാര്യമാണ് അറിയേണ്ടത്? കല്യാണക്കാര്യം അറിയാൻ വേണ്ടിട്ടാ. കല്യാണമൊന്നും ശരിയാവുന്നില്ലേ? ഒന്നും ശരിയാവുന്നില്ല. ജോലി ചെയ്യുന്നുണ്ടോ? ജോലി എടുക്കുന്നുണ്ട്. ഇപ്പം നടക്കുന്നത് വ്യാഴത്തിൽ ശുക്രൻ്റെ അപഹാരമാണ്. ഏറ്റവും അനുകൂലമായ സമയമാണ്. എന്നിട്ടും നടക്കുന്നില്ലെങ്കിൽ ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് നോക്കാമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ ചെറുകുന്ന് പ്രദേശത്തു നിന്നൊക്കെ ഒരുപാട് പേര് വരാറുണ്ട്. ചെറുകുന്ന് ഒരുപാട് പേര് എന്നെ വന്ന് കണ്ടിട്ട് പരിഹാരങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഇനി ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ പിന്നെ ഇനി താമസിക്കണ്ട. ഒരു ഏരശനിയുടെ ശക്തിയും കുറയുന്ന ഒരു 4 മാസം കഴിഞ്ഞാൽ അതും 2-3 മാസത്തിന് ശേഷം അതും കുറയും. അപ്പോൾ ആ സമയത്ത് അങ്ങ് നടന്നു പോയിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് വല്ലാതെ വൈകും. അങ്ങനെ പറയുന്നതാണെങ്കിൽ പിന്നെ ഒന്നും കാര്യമില്ല. 29 വയസ്സ് 8 മാസമായിട്ട് ഇനിയും വേണ്ടെന്നാണ് പറയുന്നുണ്ട്. പിന്നെ ഒരിക്കൽ കല്യാണം കഴിഞ്ഞു. അപ്പൊ അത് കൂടുതൽ നിന്നിട്ടൊന്നുമില്ല, ഡൈവോഴ്സ് ഇതെല്ലായി. പക്ഷെ പറഞ്ഞാല് അതുകൊണ്ടാണ് പ്രശ്നം. അതുകൊണ്ട് അതെ. അല്ല, അത് 7-ാം ഭാവാധിപൻ 6-ൽ നിന്ന ഭർത്താവ് ശത്രുവായി മാറുന്ന. അപ്പൊ ആദ്യത്തെ ഭർത്താവ് ശത്രുവായി പോയി. ഇനിയിപ്പോ ആ ദോഷം അതിൽ തീർന്നില്ലേ? രണ്ടാമത്തെ ഭർത്താവ് ശത്രു ആവണമെന്നില്ലല്ലോ. ഇപ്പൊ അല്ല, അതാ ഞാൻ പറഞ്ഞ ദോഷങ്ങൾ പൊതുവെ ഒന്നിൽ തീരേണ്ടതാണ്. പിന്നെ ഇതിനിടെ 4-ാമത്തെ പ്രാവശ്യം മുഹൂർത്തം കുറിക്കാൻ വന്ന പെണ്ണിനെ ഞാൻ പേടിപ്പിച്ച് വിട്ട പോലെ ഇനി 4-ാമത്തെ കല്യാണത്തിന് മുഹൂർത്തം കുറിക്കാൻ വന്നവള് ഞാൻ ഓടിച്ചു വിട്ടു ഞാൻ. അതേപോലെ അങ്ങനെ കല്യാണം കഴിക്കരുത്. ഇങ്ങനെ അങ്ങോട്ട് ഹോൾസെയിൽ കല്യാണം കഴിച്ചാൽ പിന്നെ എന്താണ്? അപ്പൊ ഇതിപ്പോ ഒന്നിന് അല്ല, അതൊന്ന് അതിന് വേണ്ട ചില കാര്യങ്ങളും കൂടി ഈ ജാതകത്തിൽ ചില
എപ്പോഴും മനസ്സിനൊരു സ്വസ്ഥതയില്ലാതെ പെൺകുട്ടിയുടെ ജാതകമാണല്ലോ. അതെയോ? അപ്പോൾ അതിന് അത് അതെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇവളെ ജാതകത്തിൽ. അത് നമുക്ക് അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ പറയുക. നിങ്ങളൊന്ന് പരിപാടി കഴിഞ്ഞിട്ടൊന്ന് വിളിക്കൂ, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതെങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കർമ്മങ്ങളുടെ തീർച്ചയായിട്ടും ബലമുണ്ട്. ഇങ്ങനെ ഇതിപ്പോൾ ഒരു തിരിച്ചടി വന്ന പെൺകുട്ടിയല്ലേ, അപ്പോൾ ഇനി രണ്ടാമതും അങ്ങനെ ഒരു ഭയം ഉണ്ടാവും. ആ ഭയത്തിൽ നിന്നും ഒരു മോചനം. അത് ഇതേപോലെ അതെ, അത് ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങ് മാറ്റം വരും. അങ്ങനെയുണ്ട്. ഞാനുമായിട്ട് സംസാരിക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അവൾക്ക് അനുഭവപ്പെടും. ചില ആൾക്കാരെ ഒന്ന് ധൈര്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇപ്പം ഈ പറയുന്ന ശുക്രൻ്റെ അപഹാരം കഴിഞ്ഞു പോയാൽ പിന്നീട് വളരെ കല്യാണത്തിന് വലിയ തടസ്സമുണ്ടാവും. അപ്പം അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞ 3 മാസം കഴിഞ്ഞിട്ടുള്ള 1.5 കൊല്ലം നല്ല അനുകൂല സമയമാണ്. ആ സമയത്ത് നടക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതിന് വേണ്ട കാര്യങ്ങളും കൂടി ചെയ്താൽ നന്നായി വരുമെന്ന് ഞാൻ ബലം പറയുന്നു. നിങ്ങൾ അവളോട് ചോദിച്ചിട്ട് തന്നെ ബന്ധപ്പെടൂ. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അയ്യപ്പൻ്റെ ഈ കണ്ണ് തുറന്ന് അങ്ങനെയാണ് പറയുക. അയ്യപ്പൻ കണ്ണ് തുറക്കാന്ന് പറയും. മറ്റുള്ള സമയത്തൊക്കെ അയ്യപ്പൻ അവിടെ ഈ പിന്നെ മാസസംക്രമത്തിനൊക്കെ ഒരു 5-6 ദിവസം നട തുറക്കുമെങ്കിലും അയ്യപ്പൻ്റെ നാളുകൾ എന്ന് പറയുന്നത് ഈ മണ്ഡലകാലം തന്നെയാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് അത് മണ്ഡലം വൃശ്ചികം 1 മുതലുള്ള അങ്ങോട്ടുള്ള ഏതാണ്ട് മകരവിളക്ക് വരെയുള്ള 60 ദിവസം, ആ സമയത്താണ് അയ്യപ്പൻ പൂർണ്ണമായിട്ടും യോഗനിദ്രയെല്ലാം വിട്ടിട്ട് അയ്യപ്പൻ പ്രത്യേക യോഗദണ്ഡും കയ്യിൽ പിടിച്ച് ഭസ്മം കൊണ്ട് മൂടി. പണ്ടൊക്കെ സത്യം പറഞ്ഞാൽ ഈ മാസചക്രമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നത്തെ കൊല്ലം മാത്രമേ നട തുറക്കുമായിരുന്നുള്ളൂ. ഇതൊരു 10-25 കൊല്ലമായിട്ട് വന്നതാണ് ഈ മാസസംക്രമത്തിനുള്ള തുറക്കലും പിടുത്തമൊക്കെ. പണ്ടൊക്കെ അയ്യപ്പനെ ഇങ്ങനെ ഇരുത്തിയിട്ട് തന്ത്രി ശ്രീകോവിൽ നടയടച്ച് പോയി കഴിഞ്ഞാൽ പിറ്റത്തെ കൊല്ലം മാത്രമേ പരിപാടിയുള്ളൂ. അങ്ങനെയാണ് അക്കാലത്തൊക്കെ 1-2 തവണ ശബരിമല ആക്രമിക്കപ്പെട്ടതും കത്തിച്ചതൊക്കെ അങ്ങനെയാണ്. ശബരിമലയിലെ വിഗ്രഹം പോലും ഇപ്പോൾ ഉള്ള വിഗ്രഹത്തിന് 60 കൊല്ലത്തെ പഴക്കേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു, അതിനും ഇതുപോലെ വന്നു. ഒരുപാട് ആക്രമണങ്ങൾക്ക് വിധേയമായ ഒരു ക്ഷേത്രവും കൂടിയാണ് ശബരിമല ക്ഷേത്രം. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതായാലും പിന്നെ അയ്യപ്പൻ്റെ അനുഗ്രഹം മേടിക്കാൻ പറ്റുന്ന ആളുകളാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം നിങ്ങളും ജപിക്കുക. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയേണ്ടവർക്ക് എന്നെ നേരിട്ട് വന്ന് കാണാം. വിളിച്ച് ബുക്ക് ചെയ്തിട്ട് മാത്രമേ വരാവൂ. പിന്നെ മറ്റേത് ഓൺലൈനിൽ ഫലം അറിയേണ്ടവർക്ക് അങ്ങനെയും അറിയാം. അതിന് ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ചുകൊണ്ട് വാട്സാപ്പിൽ ഡേറ്റും ടൈമും അയച്ച് അങ്ങനെയും ഫലം അറിയാം. ഏതും നിങ്ങളുടെ ചോയ്സാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.